പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയാണ്. കഥയുടെ പേര് കത്തി എന്നാണ്. അപ്പം നമുക്ക് പതുക്കെ കഥയിലേക്ക് കിടക്കാം അല്ലേ. കത്തി. പുനത്തിൽ കുഞ്ഞബ്ദുള്ള. 1300 രോഗികൾ കിടന്നു ഞരങ്ങുന്നു. 3 നിലയുള്ള ആശുപത്രി കെട്ടിടത്തിൻ്റെ മുമ്പിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം MBBS FMRCSൻ്റെ കാറ് വന്നു നിന്നു. ഡ്രൈവർ ഇറങ്ങി കാറിൻ്റെ വാതിൽ തുറന്നു. രാജാറാം പുറത്തിറങ്ങി. ഉയരം കൂടിയ സുമുഖനായ ഡോക്ടർ, ഷേവ് ചെയ്ത തുടുത്ത മുഖം, കൂടി നിൽക്കുന്ന പുരികങ്ങൾ, വീതിയേറിയ നെറ്റി, തടിച്ച ഫ്രെയിമുള്ള കണ്ണട, ഈജിപ്ഷ്യൻ സിൽക്കിൻ്റെ പാൻറ്റും സ്ലാക്കും, അതിനു മീതെ വെളുത്ത ഏപ്രണും. ഡോക്ടർ നടന്നു. ഫയലും ബാഗുമായി പ്യൂൺ പിന്നാലെയും. വരാന്തയിലിരിക്കുന്ന രോഗികളും അവരുടെ ബന്ധുക്കളും എഴുന്നേറ്റ് നിന്നു. കണ്ടവർ ബഹുമാനിച്ചു. ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഡോക്ടർ നിന്നു. അവിടെ നല്ല ബഹളമായിരുന്നു. മരുന്നുകുപ്പികളുമായി നിൽക്കുന്ന പുരുഷാരും വൃദ്ധന്മാരും സ്ത്രീകളും അവരുടെ ദീനരോധനങ്ങളും. ഡോക്ടർ ചോദിച്ചു, എന്തൊരു ബഹളമാണിത്? ഇതൊരു മാർക്കറ്റാണോ? ആരുമില്ലേ ഇവിടെ ഇവരെ നിയന്ത്രിക്കാൻ? വേർ ഇസ് ദാറ്റ് ഇഡിയോട്ടിക് പ്യൂൺ? 2 അറ്റൻഡന്മാർ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നായി ഓടി വന്നു. ഡോക്ടർക്ക് ശുണ്ഠി വർദ്ധിച്ചു. എന്തടോ മെഴിച്ചു നിൽക്കുന്നത്? ഗവൺമെന്റിന്റെ കാശ് വാങ്ങി തിന്നുന്നതിന് അല്പം കൂറ് വേണം. ഇവിടെ രോഗികളെ ക്യൂവിൽ നിർത്തണമെന്ന് എത്ര കാലമായി ഞാൻ പറയുന്നു. ഓച്ചാനിച്ചുകൊണ്ട് പ്യൂൺ പറഞ്ഞു. സാറേ, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഡോക്ടർക്ക് ദേഷ്യം കൂടുതലായി. കണ്ണട എടുത്ത് ഇടതു കൈയിൽ പിടിച്ച് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അടിച്ചു പുറത്താക്കണം. പറഞ്ഞിട്ട് കേൾക്കാത്തവരെ പോയി ചാവട്ടെ. മരുന്നിന് വന്നിരിക്കുന്ന ശവങ്ങള്. ഡോക്ടർ രാജാറാം 3-ാം നിലയിലുള്ള എയർ കൂളർ ഘടിപ്പിച്ച പരവതാനി വിരിച്ച തൻ്റെ മുറിയിലേക്ക് കടന്നു. മുറി മുഴുവനും കണ്ണോടിച്ചു. സാധനങ്ങളും സാമഗ്രികളും ഒരുക്കി വച്ചിരിക്കുന്നതിൽ വല്ല പന്തികേടുമുണ്ടോ എന്ന് നോക്കുകയാണ്. അടുക്കിലും ചിട്ടയിലും ഡോക്ടർക്ക് വലിയ കാര്യമാണ്. നിലത്തെങ്ങാനും ഒരു തീപ്പെട്ടിക്കോല് കണ്ടാൽ മതി. അന്നു പിന്നെ ലഹളയായിരിക്കും. രജിസ്റ്റർ ബുക്കുമായി വാർഡ് ബോയ് കടന്നു വന്നു. എല്ലാ വാർഡിലും ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ ഒപ്പുവെച്ച രജിസ്റ്റർ രാജാറാം പരിശോധിച്ചു തുടങ്ങി. പേജുകൾ മറിക്കുമ്പോൾ ചോദിച്ചു, TB വാർഡിലെ ഡോക്ടർ കൃഷ്ണപ്രസാദ് വന്നില്ലേ? പ്യൂൺ പറഞ്ഞു, സാർ ഇപ്പോൾ വരുന്നത് കണ്ടു. 5 മിനിറ്റ് താമസിച്ചു പോയി. അതാണ് ഒപ്പുവെക്കാതെ പോയത്. രാജാറാം ഉടനെ കടലാസ് എടുത്ത് കൃത്യസമയത്തിന് വാർഡിൽ ഡ്യൂട്ടിക്ക് വരാത്തതിനുള്ള കാരണം വ്യക്തമാക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഡോക്ടർ കൃഷ്ണപ്രസാദിന് എഴുതി. ഡോക്ടർ ആലോചിച്ചു, ഇങ്ങനെയായാൽ നമ്മുടെ നാട് എന്തിനു കൊള്ളും? ഉത്തരവാദിത്വമില്ലാത്ത പൗരന്മാരും ഉദ്യോഗസ്ഥന്മാരും. ഇംഗ്ലണ്ടിൽ 4-5 കൊല്ലം താമസിച്ച് എനിക്ക് ഇതൊന്നും കണ്ട് സഹിക്കുവാൻ സാധ്യമല്ല. ഇത് 50-ലധികം ഡോക്ടർമാർ തൻ്റെ കീഴിൽ ജോലി നോക്കുന്നു. ഇക്കൂട്ടത്തിൽ ആത്മാർത്ഥതയുള്ളവർ എത്ര പേരുണ്ട്? കക്കാം, കൈക്കൂലി വാങ്ങാം, എന്നാലും പ്രൊഫഷനോട് കൂറ് കാണിക്കണം. കൃത്യനിഷ്ഠ ആർക്കുമില്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. കിടന്നുറങ്ങി സുഖിക്കുക. തൻ്റെ ചെറുപ്പകാലത്ത് എത്രമാത്രം താൻ കഷ്ടപ്പെട്ടിരിക്കുന്നു. 32 വയസ്സുവരെ പാഠപുസ്തകങ്ങൾ താഴ്ത്തു വയ്ക്കുവാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇടുങ്ങിയ ക്ലാസ് മുറികളിലും മൈക്രോസ്കോപ്പിന് മുമ്പിലും തടിച്ച പുസ്തകങ്ങൾക്കിടയിലും ആശുപത്രിയിലും വീർപ്പുമുട്ടിക്കുന്ന അന്തരീക്ഷത്തിലുമായി കൊല്ലങ്ങൾ തന്നെ നീക്കി. നിലാവിൻ്റെയും നിഴലിൻ്റെയും ഭംഗി ആ കാലമത്രയും തനിക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കവിതയോ കഥയോ വായിച്ച് സമയം കളഞ്ഞിട്ടില്ല. കക്ഷി രാഷ്ട്രീയത്തിലോ വിദ്യാർത്ഥി സമരത്തിലോ പങ്കെടുത്തിട്ടില്ല. കാക്കേ കൂടെ വിടെ എന്ന പാഠമാലയും തലസ്ഥാനം മാറ്റാൻ ശ്രമിച്ച തുഗ്ലക്കിൻ്റെ ചരിത്രവും എക്സ്മിയക്കാരുടെ ജീവിത രീതിയും അമീബയുടെ വംശവർധനയും ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷനും സൾഫ്യൂറിക് ആസിഡിൻ്റെ രാസഗുണങ്ങളും എല്ലാം പഠിച്ചിട്ടും ജീവിതത്തിന് ശരിയായ മേൽവിലാസം ഉണ്ടായില്ല. പിന്നെ താൻ എത്തിച്ചേർന്നത് മനുഷ്യൻ എന്ന മഹായന്ത്രങ്ങളുടെ വർക്ക്ഷോപ്പിലാണ്. എത്രയെല്ലാം ത്യാഗവും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് ഈ നിലയിലായത്. ഇതെല്ലാം ഉണ്ടോ ഇന്നത്തെ ചെറുപ്പക്കാർ ഓർക്കുന്നു? വോൾ ക്ലോക്ക് 10 അടിച്ചു. ഡോക്ടർ ചാടി എഴുന്നേറ്റു. റൗണ്ടിന് സമയമായിരിക്കുന്നു. അപ്പോഴേക്കും കൂടെ പുറപ്പെടുന്ന സിസ്റ്റർ രാജി മുറിയിലേക്ക് കടന്നു വന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ, റൗണ്ടിന് സമയമായല്ലോ. ഹലോ യു
ഡോക്ടർ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ വിചാരിച്ചില്ല ഇന്നു കാലത്ത് ഹോസ്പിറ്റലിൽ നീ എത്തുമെന്ന്. ചിരിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു. ഡോക്ടർക്ക് എത്താമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കെത്തിക്കൂടാ? എൻ്റെ കാര്യം വിട്ടു പറഞ്ഞോളൂ. ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഉറങ്ങി. നീയാണെങ്കിൽ ഉറങ്ങിക്കാണില്ല, സ്വപ്നം കണ്ടു കിടന്നു കാണും. മതി മതി, രാത്രി മുഴുവനും മനുഷ്യനെ ഉപദ്രവിച്ചതും പോരാ ഈ കളിയാക്കലും. അവളുടെ ശബ്ദത്തിലെ കൃത്രിമമായ പരിഭവം അയാളെ രസിപ്പിച്ചു. റൗണ്ട് എന്ന മഹായജ്ഞം, 14 വാർഡുകളിൽ കയറി ഇറങ്ങണം, ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം, നഴ്സിംഗ് സ്റ്റാഫിൻ്റെ കൃത്യനിഷ്ഠ, രോഗികളുടെ സുഖസൗകര്യങ്ങൾ, വാർഡിൻ്റെ വൃത്തിയും വെടിപ്പും ഇതെല്ലാം നോക്കണം. എന്നാൽ ഒരു വാർഡിനകത്ത് ചെലവാക്കുന്ന 5-8 മിനിറ്റിനുള്ളിൽ എല്ലാം എങ്ങനെ നോക്കും? ചടങ്ങ് നിർവഹിക്കുക തന്നെ. ഡോക്ടർ 1-ാം വാർഡിനകത്തേക്ക് കടന്നു. ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരും നഴ്സുമാരും വാർഡ് മാസ്റ്ററും ഓഫീസ് സൂപ്രണ്ടും ഡോക്ടറെ അനുഗമിച്ചു. സ്റ്റാഫ് കയ്യിൽ ലോഷൻ ഒഴിച്ച ഒരു പാത്രവും മറ്റേ കയ്യിൽ ബാത്ത് ടവലുമായി തൊട്ടു പിന്നിൽ. അവശരായ രോഗികൾ ഡോക്ടറെ കണ്ടപ്പോൾ കൈകൂപ്പി തുടങ്ങി. ക്ഷീണിച്ച സ്വരത്തിൽ ആവലാതികൾ പുറത്തു വന്നു തുടങ്ങി. 7-ാം കട്ടിലിലെ രോഗി പ്രജ്ഞയറ്റ് കിടക്കുകയാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷനാണ്. ഡോക്ടർ അടുത്തുപോയി നെറ്റിത്തടത്തിൽ തൊട്ടുനോക്കി. രോഗി നിർജീവങ്ങളായ കണ്ണുകൾ തുറന്നു ഡോക്ടറെ നോക്കി. യജമാനനെ, ഒന്നുകിൽ എന്നെ കൊന്നു തരൂ, അല്ലെങ്കിൽ രക്ഷിക്കൂ എന്ന അഭ്യർത്ഥനയായിരുന്നു ആ നോട്ടത്തിൽ. ഡോക്ടർ അവൻ്റെ കൈത്തണ്ട പിടിച്ചു. നാഡിമിടിപ്പ് പരിശോധിച്ചു. കണ്ടീഷൻ ഈസ് വെരി ഗ്രേവ് എന്ന വേദവാക്യം മാത്രം ഉച്ചരിച്ചുകൊണ്ട് സിസ്റ്ററുടെ കയ്യിലുള്ള ലോഷനിൽ കൈ കഴുകി തീർന്നപ്പോൾ സിസ്റ്റർ ബാത്ത് ടവൽ നീട്ടി. ബാത്ത് ടവൽ കണ്ടപ്പോൾ ഡോക്ടറുടെ ഭാവം മാറി. അത് തിരിച്ചും മറിച്ചും നോക്കിയതിനു ശേഷം സിസ്റ്ററുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതിലും നല്ല തുണി ഞാൻ എൻ്റെ ഷൂസ് തുടയ്ക്കുവാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാണ് നിങ്ങളെല്ലാം വൃത്തി പഠിക്കുക? എന്നാണ് ഈ ഹോസ്പിറ്റലിൽ നീറ്റ്നെസ് ഉണ്ടാവുക? ഐ വിൽ ടീച്ച് ഓൾ ഓഫ് യു. പരിവാരങ്ങൾ വിറച്ചു. ഡോക്ടർ വാർഡിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവരുടെ നെഞ്ചിടിപ്പ് തീർന്നുള്ളൂ. അടുത്ത വാർഡിൽ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗി കരയുന്നത് കണ്ടു. ഡോക്ടർ രാജാറാം അങ്ങോട്ട് ചെന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ താൻ കരയുന്നത്? എന്തു പറ്റി? ഡോക്ടർ, എൻ്റെ രോഗം എന്താണെന്ന് പറഞ്ഞു തരൂ, എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. രോഗിയുടെ ശബ്ദം ക്ഷീണിച്ചതായിരുന്നു. രോഗത്തെക്കുറിച്ച് താനെന്തിനാ അറിയുന്നത്? അത് ഞങ്ങൾ അറിഞ്ഞ് സുഖപ്പെടുത്തിക്കൊള്ളാം. ഉത്തരം ക്ഷണനേരം കൊണ്ട് പുറത്തു വന്നു. രോഗി വിടാൻ ഭാവമില്ലായിരുന്നു. എൻ്റെ രോഗം മാറുകയില്ല, ഞാൻ മരിച്ചു പോകും തീർച്ച. മരിച്ചു പോവാതെ ഇവിടെ ആരും ബാക്കിയാവില്ല. വേറെ വല്ലതും പറയാനുണ്ടോ? ഡോക്ടർ നടന്നകന്നു. രോഗി ഒന്നു ഞെട്ടി. വികസിച്ച കണ്ണുകളോടെ നടന്നകലുന്ന ഡോക്ടറെ നോക്കി നിന്നു. റൗണ്ട് കഴിയുമ്പോഴും ഡോക്ടർ ക്ഷീണിച്ചു തളർന്നിരുന്നു. 16-ാം നമ്പർ വാർഡിലെ കസേരയിൽ അയാൾ ആകെ കുഴഞ്ഞ മട്ടിലിരുന്നു. തലേന്നാൾ രാത്രി തനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ച സിസ്റ്ററുടെ കയ്യിൽ നിന്നും തണുത്ത വെള്ളം വാങ്ങിക്കുടിക്കുമ്പോൾ അയാൾ തൻ്റെ ക്ഷീണം താൻ മറക്കുകയായിരുന്നു. 11:30 തുടങ്ങി 12:15 മണി വരെ രാജാറാം ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽ വെച്ച് ചുരുക്കം രോഗികളെ പരിശോധിക്കുന്നു. ഉദരസംബന്ധമായ രോഗമുള്ളവരെയാണ് കാര്യമായും അദ്ദേഹം പരിശോധിക്കുക. കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ രാജാറാം പ്രസിദ്ധനായ ഒരു സർജനായി കഴിഞ്ഞിരിക്കുന്നു. രാജാറാമിൻ്റെ കത്തി ഒരിക്കലും പാളിപ്പോയിട്ടില്ല. തൊട്ട കേസുകൾ മുഴുവനും വിജയമായിരുന്നു. ഏറ്റവും അപകടം പിടിച്ച ഓപ്പറേഷൻ പോലും നിർഭയനായി അദ്ദേഹം ചെയ്യുന്നു. ഈ കാരണത്താൽ അദ്ദേഹം വരുന്ന സമയത്ത് ഔട്ട്ഡോറിൽ എന്തെന്നില്ലാത്ത തിരക്കാണ്. 11:30 രാജാറാം ഔട്ട്ഡോറിലെത്തി. നീണ്ട നീല നിറത്തിലുള്ള സ്ക്രീനിൻ്റെ മറവിൽ ഡോക്ടർ ഇരിക്കുകയാണ്. രോഗികൾ അകത്തേക്ക് എഴുതിക്കൊടുത്ത നീല പ്രിസ്ക്രിപ്ഷനുമായി ഓരോരുത്തരായി മടങ്ങുന്നുമുണ്ട്. 10-18 വയസ്സുള്ള ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും പുറത്ത് തങ്ങളുടെ ഊഴവും കാത്തുകിടക്കുകയാണ്. പാർവതി. അറ്റൻഡർ പേര് വിളിച്ചു. പെൺകുട്ടിയും അമ്മയും എഴുന്നേറ്റു. അറ്റൻഡർ ചോദിച്ചു, ആർക്കാണ് രോഗം? ഇവൾക്കാ, എൻ്റെ മകൾ, വൃദ്ധ പറഞ്ഞു. നിങ്ങൾ പുറത്തിരിക്കൂ, രോഗി മാത്രം അകത്തേക്ക് പോകട്ടെ. അറ്റൻഡർ വൃദ്ധയെ പുറത്തു തന്നെ പിടിച്ചിരുത്തി. നീല കർട്ടനു പിന്നിൽ മറയുന്ന മകളെ അമ്മ നോക്കി നിന്നു. മിനിറ്റുകൾ കഴിഞ്ഞു. തള്ള അകത്തേക്ക് നോക്കി. കർട്ടനുള്ളിൽ നടക്കുന്നതൊന്നും കാണാൻ കഴിയുന്നില്ല. കർട്ടൻ്റെ താഴെയുള്ള വിടവിലൂടെ നോക്കിയാൽ ഡോക്ടറുടെ ഷൂസും
പാൻറിൻ്റെ താഴത്തെ അറ്റവും മാത്രം കാണാം. മകളെ നീണ്ട കട്ടിലിൽ കിടത്തി പരിശോധിക്കുകയായിരിക്കും ഡോക്ടർ. വൃദ്ധ അകത്തേക്കു തന്നെ മകളുടെ വരവും പ്രതീക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം ഡോക്ടറുടെ ഷൂസും പാൻറിൻ്റെ താഴത്തെ അറ്റവും കർട്ടനടിയിലെ വിടവിലൂടെ നോക്കിയപ്പോൾ കാണാനില്ല. ശൂന്യമായ വിടവിലൂടെ നോക്കിയാൽ അപ്പുറത്തെ വെള്ള തേച്ച ചുമരിൻ്റെ അടിഭാഗം കാണാം. വൃദ്ധയുടെ കരളിലൂടെ ഇടിമിന്നൽ പാഞ്ഞു. അവർ പെട്ടെന്ന് നിലവിളിച്ചു പോയി. എൻ്റെ മോൾ! കേളവയ്ക്ക് ഭ്രാന്താണോ? ഒന്നും മിണ്ടാതിരി. മുറവിളി കൂട്ടിയാൽ വലിച്ചു പുറത്തിടും, അറ്റൻഡർ താക്കീത് ചെയ്തു. വൃദ്ധയുടെ ഒച്ച അടച്ചുപോയിരുന്നു. ഡോക്ടർ ആശുപത്രിയിൽ തൻ്റെ മുറിയിൽ ഇരിക്കുകയാണ്. മേട്രൻ്റെ പ്യൂൺ അകത്തേക്ക് കടന്നു വന്നു. ഫയലുകൾ വാങ്ങി അയാൾ ഒപ്പുവെക്കേണ്ട സ്ഥലങ്ങളിൽ ഒപ്പുവെച്ചു. പിന്നെ ഒഴിഞ്ഞ ബെഡുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കി. പല വാർഡുകളിലുമായി 24 ബെഡുകൾ ഒഴിഞ്ഞിരിക്കുന്നു. ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്ത് കിട്ടുവാൻ കാത്തു നിൽക്കുന്ന രോഗികളുടെ ബന്ധുക്കൾ പുറത്ത് നിൽക്കുകയാണ്. ഓരോ ആളെയായി വിളിക്കാൻ പ്യൂണിനോട് രാജാറാം പറഞ്ഞു. ഒന്നാമത്തെ ആൾ അകത്തേക്കു കടന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങളും പാറിപ്പറക്കുന്ന മുടിയും ക്ഷീണിച്ച മുഖവുമുള്ള ഒരു 40കാരൻ. കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ ആരാണ് രോഗി? എൻ്റെ അനുജനാണ്. 4 ദിവസമായി ഞങ്ങൾ പുറത്തുള്ള ഹോട്ടലിൽ താമസിക്കുന്നു. അവൻ്റെ സ്ഥിതി അപകടത്തിലാണ് ഡോക്ടർ. ഇനി താമസിച്ചാൽ അവനെ ഞങ്ങൾക്ക് കിട്ടില്ല. ദയ വിചാരിച്ച് ഒരു കട്ടിൽ അവന് കൊടുക്കണം. ആ ശബ്ദത്തിൽ വിഷാദത്തിൻ്റെ ഛായ കലർന്നിരുന്നു. മിസ്റ്റർ, നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം കിടക്കുന്നത്. രാജാറാമിൻ്റെ ശബ്ദമുയർന്നു. ഇവിടെ കട്ടിലുകളൊന്നും ഒഴിവില്ല. എന്തു ചെയ്യും? ഡോക്ടർ, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുപ്പായ കീശയിൽ നിന്ന് ഒരു കവർ എടുത്ത് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. രാജാറാം അലക്ഷ്യഭാവത്തിൽ ആ കവർ വാങ്ങി മേശ വലിപ്പിലിട്ടുകൊണ്ട് പറഞ്ഞു, ഈ ചിറ്റ് കൊണ്ടുപോയി 18-ാം വാർഡിലെ സിസ്റ്റർ ഇൻചാർജിന് കൊടുക്കുക. ഡോക്ടർ നീട്ടിയ ചിറ്റ് വാങ്ങിക്കൊണ്ട് അയാൾ ശബ്ദമുണ്ടാക്കാതെ നടന്ന് പുറത്തേക്ക് പോയി. ബെഡുകൾ മുഴുവൻ അലോട്ട് ചെയ്തതിനു ശേഷം ഡോക്ടർ പണം എണ്ണി കെട്ടാക്കി ബാഗിലേക്ക് തിരുകി. പണത്തിൻ്റെ കെട്ടുകണ്ട് ഡോക്ടറുടെ മനം കുളിർത്തു. ഡോക്ടർ ഓർത്തു, താൻ സമ്പത്തിൻ്റെ പാതയിലേക്ക് കുതിക്കുകയാണ്. പഠിക്കുന്ന കാലത്തെ എത്രമാത്രം താൻ കഷ്ടപ്പെട്ടു. പുസ്തകം പണം കൊടുത്തു വാങ്ങുവാൻ കഴിയാത്തതുകൊണ്ട് സ്നേഹിതന്മാരോട് കടം വാങ്ങി നോട്ട് പുസ്തകങ്ങളിൽ ഉറക്കമിളച്ചിരുന്ന് പകർത്തി എഴുതിയതും ഉച്ചസമയങ്ങളിൽ പച്ചവെള്ളം മാത്രം കുടിച്ച് വിശപ്പടക്കിയതും 2 അണയില്ലാത്തത് കൊണ്ട് 5 നാഴിക വീതം നിത്യവും നടന്നതും അയാൾ മറന്നിട്ടില്ല. താൻ ഈ നിലയിൽ എത്തുമായിരുന്നോ? കാർന്നു തിന്നുന്ന ദാരിദ്ര്യത്തോടൊപ്പം തന്നെ മറ്റാരിലും കാണാത്ത ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊണ്ട് ദൈവം അയാളെ അനുഗ്രഹിച്ചു. പഠിച്ചത് മുഴുവൻ വിരൽ തുമ്പിൽ സൂക്ഷിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. ഓരോ പരീക്ഷയിലും ഒന്നാമനായി പാസ്സായി. സ്കോളർഷിപ്പുകൾ ലഭിച്ചു. ഭാഗ്യം മെഡിക്കൽ കോളേജിൻ്റെ പടിവാതിൽക്കൽ അയാളെ എത്തിച്ചു. വാതിൽ കരയുന്ന ശബ്ദം കേട്ടപ്പോൾ ഡോക്ടർ ഒന്നു ഞെട്ടി. പ്യൂൺ അകത്തേക്ക് കടന്നു. എന്നിട്ട് 2-3 വിസിറ്റിംഗ് കാർഡ് രാജാറാമിന് കൊടുത്തു. കാർഡ് നോക്കിയതിനു ശേഷം ഡോക്ടർ പറഞ്ഞു, അവരോട് വരാൻ പറയൂ. ടർലിൻ സ്യൂട്ട് ധരിച്ച തടിച്ച ബാഗുകൾ കയ്യിൽ പിടിച്ച സുമുഖരായ 3 മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകൾ അകത്തേക്ക് പ്രവേശിച്ചു. ഒരു വൈകുന്നേരം വലതു കൈപ്പടം ചോരയിൽ കുളിച്ച ഒരു ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി വാർഡിൽ പ്രവേശിപ്പിച്ചു. പരുത്തിമില്ലിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ കൈ യന്ത്രത്തിനുള്ളിൽ കുടുങ്ങിപ്പോയതായിരുന്നു. വിരലുകളും കൈപ്പടവും വേർതിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ ചതുങ്ങി മുറിഞ്ഞ് നാശമായിരിക്കുന്നു. രോഗിയുടെ ബന്ധുക്കൾ വാർഡിൻ്റെ പുറത്തു നിൽക്കുകയാണ്. രാജാറാം സ്ഥലത്തെത്തി. രോഗിയെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ നിസ്സാര കേസിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? രോഗിയുടെ അച്ഛൻ കുനിഞ്ഞ് ഡോക്ടറുടെ കാലുകൾ തൊട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ കൈ പഴുത്തു നശിച്ചു പോയാൽ പിന്നെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ലേ ഡോക്ടർ? എങ്ങനെയെങ്കിലും അവൻ്റെ കൈ നേരെയാക്കി കൊടുക്കണം. രാജാറാമിന് ശുണ്ടി വന്നു. ഏടോ കിഴവ, താൻ മിണ്ടാതിരി, എല്ലാം എനിക്കറിയാം. തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു, വല്ല അസിസ്റ്റൻറ്റിനെയും ഇങ്ങോട്ട് വിടാം. അപ്പോൾ ഒരു പ്രകാശം പോലെ ഡോക്ടർ ദേവി സ്ഥലത്തെത്തി. അവർക്ക് എല്ലാം മനസ്സിലായിരുന്നു. അവൾ നടന്നകലുന്ന ഡോക്ടർ രാജാറാമിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഡോക്ടർ പ്ലീസ് പ്ലീസ്. മധുരമായ സ്വരം. ഭൂമി മുഴുവനും കുലുക്കിക്കൊണ്ട് നടക്കുന്ന ഡോക്ടർ നിന്നു. അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് ദ മാറ്റർ? അവൾ പറഞ്ഞു, ഡോക്ടർ ക്ഷമിക്കണം, ഡോക്ടർ തന്നെ ചെയ്താലേ ഇത് ശരിയാകൂ. ഞങ്ങൾക്ക് വിടുന്നത് ശരിയല്ല. ദേവി ചെയ്താൽ മതി.
രാജാറാം ഉത്തരവിട്ടു. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇറ്റ് നീഡ് സോ മച്ച് ഓഫ് സ്കിൽ. വി ക്യാൻ ഡു ഇറ്റ് അവർസെൽവ്സ്. ഡോക്ടർ രാജാറാം മടങ്ങി. ആര് പറഞ്ഞാലും അലിയാത്ത രാജാറാം ദേവിയുടെ പ്ലീസ് വിളിയിൽ മയങ്ങിപ്പോയി. രോഗിയുടെ അച്ഛൻ ദേവിയെ തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണവര് ഇവിടെ ഇരുന്നോളൂ, മകൻ്റെ കൈ ഞങ്ങൾ ശരിയാക്കി തരും. വൃദ്ധൻ സമാധാനത്തോടെ പിൻവാങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞു. മടങ്ങുവാൻ നോക്കുമ്പോൾ ഡോക്ടർ ദേവി ചോദിച്ചു, ഡോക്ടർ ക്ലബിലേക്കാണോ? അതെ, രാജാറാം മറുപടി പറഞ്ഞു. ഞാനും ടൗണിൽ വരുന്നുണ്ട്. ഓ യെസ്, ബൈ ഓൾ മീൻസ്. ചിരിച്ച് ഇടം കണ്ണിട്ട് ദേവിയെ നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ദേവിയെ അവിടെ ഒരു സ്റ്റാഫായി നിയമിച്ചിട്ട് 3 കൊല്ലത്തോളമായി. വെറും MBBS മാത്രമുള്ള ദേവിയെ മറ്റു പല പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവരെയും തള്ളിക്കൊണ്ടാണ് ഡോക്ടർ രാജാറാം തിരഞ്ഞെടുത്തത്. ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് തന്നെ ഡോക്ടർ രാജാറാമിൽ ഡോക്ടർ ദേവി ലഹരി പിടിപ്പിച്ചു. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയും കുലീനത്വവുമുള്ള മുഖവും ആകാരഭംഗിയും മറ്റുള്ളവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയേക്കാൾ ഡോക്ടർ രാജാറാമിനെ ആകർഷിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസറുടെ തീരുമാനം അവസാനത്തേതായിരുന്നതിനാൽ ആർക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. നിയമനത്തിൻ്റെ പിറ്റേന്ന് തൊട്ട് ഡോക്ടർ ദേവി രാജാറാമിൻ്റെ 1ാമത്തെ അസിസ്റ്റൻ്റായി മാറി. ദേവി കൂടെ ഉണ്ടാവുമ്പോൾ ഏത് വിഷമം പിടിച്ച ഓപ്പറേഷനും രാജാറാം നിഷ്പ്രയാസം ചെയ്തു തീർക്കും. അവളുടെ ഗ്ലൗസ് അണിഞ്ഞ മനോഹരമായ നീണ്ട വിരലുകൾ സമർത്ഥമായി രാജാറാമിൻ്റേതിനൊപ്പം ചലിച്ചു തുടങ്ങും. ദേവി കൂടെ ഉണ്ടാവുമ്പോൾ രാജാറാമിന് അധികം സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാകാറില്ല. എല്ലാം കണ്ടറിഞ്ഞ് വളരെ വേഗത്തിൽ ചെയ്യുകയെന്നത് ദേവിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. എ യങ് പ്രോമിസിംഗ് ഗേൾ എന്നാണ് പല സീനിയർ ഡോക്ടർമാരോടും ദേവിയെക്കുറിച്ച് അയാൾ പറഞ്ഞത്. ദേവി തൻ്റെ ഗ്ലൗസുകൾ ഒരു ഓപ്പറേഷൻ ടേബിളിന് മേലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സോപ്പിട്ട് കൈ കഴുകുവാൻ തുടങ്ങി. സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ മേൽഭാഗത്ത് കൂടി ഇറങ്ങി വരുന്ന നീണ്ടു വെളുത്ത സുന്ദരമായ കൈകൾ രാജാറാം നോക്കിക്കൊണ്ടു നിന്നു. ശരി, നമുക്ക് പോകാം, ദേവി പറഞ്ഞു. കത്തികളും കത്രികകളും ശബ്ദിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അവൾ പുറത്തേക്ക് കടന്നു. ഡോക്ടർ പാൻറ് മുകളിലേക്ക് വലിച്ചു കയറ്റി. അതിൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽ വലിച്ചെടുത്ത് കാർ തുറന്നു. 2 പേരും കാറിൻ്റെ മുൻ സീറ്റിൽ കടന്നിരുന്നു. ആക്സിലേറ്ററിൽ ചവിട്ടി കാർ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ദേവിയോട് രാജാറാം ചോദിച്ചു, ഈയിടെയായി ദേവി അധികമൊന്നും സംസാരിക്കാറില്ലല്ലോ, എന്തുപറ്റി? ഓ, എന്താണ് ഇത്രമാത്രം പറയാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദേവി കണ്ണാടിച്ചില്ലിലൂടെ ഓടിമറയുന്ന കമ്പിത്തൂണുകളെയും അതിന്മേലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്കുകളെയും അതിനു ചുറ്റും പറന്നു നടക്കുന്ന അസംഖ്യം പ്രാണികളെയും നോക്കിക്കൊണ്ടിരുന്നു. ഡോക്ടർ ഇടതു കൈ സ്റ്റിയറിങ്ങിൽ നിന്ന് വിട്ട് അവളുടെ തോളിൽ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, മുമ്പൊന്നും ദേവി ഇങ്ങനെയല്ലല്ലോ. അതെല്ലാം നല്ല ദിവസങ്ങളായിരുന്നു, ഒരിക്കലും തിരിച്ചു വരാത്ത ദിവസങ്ങൾ. എന്താ, കവിയാവുകയാണോ? അയാൾ പൊടുന്നനെ ചോദിച്ചു. അല്ല, മുനിയാവുകയാണ്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. കാർ പെട്ടെന്ന് ഒരു വളവ് തിരിഞ്ഞു. ചക്രങ്ങൾ ടാറിട്ട റോഡിൽ ഉരഞ്ഞു ഭീതിയേറിയ ശബ്ദമുണ്ടാക്കി. അവളുടെ മുഖത്തേക്ക് പെട്ടെന്ന് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു, അപ്പോൾ ഇനിയൊന്നും പറയാനില്ലേ? പറയാനുണ്ട്, എന്നാൽ അതൊന്നും പണ്ടു പറഞ്ഞതുമാതിരിയുള്ള പൊള്ളവാക്കുകളും നുണകളുമല്ല. പിന്നെ? റോഡിൽ നിന്നും കണ്ണെടുക്കാതെ അവൾ പറഞ്ഞു, ഒരു സത്യം, ഭയങ്കരമായ സത്യം. എന്താണിത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ പറഞ്ഞു, 6 മാസം പ്രായമായ ഒരു സത്യം, ഒളിച്ചു വയ്ക്കാൻ സ്ത്രീക്ക് കഴിയാത്ത രഹസ്യം. മൈ ഗോഡ്! ഡോക്ടർ രാജാറാം ഞെട്ടിപ്പോയി. അയാൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ദൈവത്തെ വെറുതെ വിടൂ. കാർ നിന്നു. അല്പനിമിഷങ്ങളോളം ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ രാജാറാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ചോദിച്ചു, നീ എന്നെ ചതിച്ചോ? ചിരിച്ചുകൊണ്ട് അവൾ പറയാൻ തുടങ്ങി, ഞാൻ ചതിച്ചെന്നോ? അല്ല, എന്നെ ചതിച്ചെന്നോ? എത്ര കാലമായി ഞാൻ പറയുന്നു, കല്യാണം കഴിയുന്ന വേഗം നടത്തണമെന്ന്. അല്പം ഇടവിട്ടുകൊണ്ട് അവൾ പറയാൻ തുടങ്ങി, ഇനി താമസിക്കരുത്. കുറച്ചു നേരത്തേക്ക് അയാൾക്കൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. ചില വാഹനങ്ങൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമായി കാറിനെ കടന്നുപോയി. ഒരു മനുഷ്യഹൃദയം പോലെ കാറിൻ്റെ എൻജിൻ ശബ്ദിക്കുന്നതായി ഡോക്ടർക്ക് തോന്നി. അയാൾ ഓഫ് ചെയ്തില്ല. കാറിനുള്ളിലെ ചുവന്ന ബൾബുകൾ കത്തിക്കൊണ്ടിരുന്നു. ദേവി! രാജാറാമിൻ്റെ നാവ് കുഴഞ്ഞു പോയിരുന്നു. വരാനിരിക്കുന്ന സത്യം പോലെ എനിക്കും ഒരു സത്യം പറയാനുണ്ട്, ഒരു ഭയങ്കര സത്യം.
ഉം, എന്താണത്? ദേവി ഉത്കണ്ഠാകുലയായിരുന്നു. തൊണ്ടശുദ്ധി വരുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കുകയില്ല. ഭയങ്കര ശബ്ദത്തോടെ ഒരു ലോറി അവരെ കടന്നുപോയി. എന്നെ നശിപ്പിക്കണം അല്ലേ? നിസ്സങ്കോചം അയാൾ ചോദിച്ചു. വേണ്ട, ഞാൻ നശിച്ചോളാം. അപമാനിതയായി ജീവിക്കുവാൻ എന്നെ കൊണ്ടാവില്ല. തണുത്ത രാത്രികളിൽ സുഖവാസ സ്ഥലങ്ങളിൽ ഒരേ കട്ടിലിൽ കിടക്കുമ്പോൾ മധുരമായി സംസാരിച്ച അതേ മനുഷ്യൻ തന്നെയാണോ ഇത്? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. കാറിനുള്ളിൽ മങ്ങിയ വെളിച്ചമായിരുന്നതിനാൽ ആ മുഖത്തെ ഭാവം അവൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാലും ധൈര്യം നടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, കാർ വിട്ടോളോ. അയാളിൽ ഒരു ചലനവും ഉണ്ടായില്ല. അവൾ വീണ്ടും പറയുവാൻ തുടങ്ങി, പാപത്തിൻ്റെ ഭാരം ഞാൻ ആരുടെ ചുമലിലും വെക്കുവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കലും അപമാനം വരുത്താനും ഉദ്ദേശിക്കുന്നില്ല. പോരെ, ഒരു കാലത്ത് ഞാൻ സ്നേഹിച്ച മനുഷ്യൻ്റെ സ്മരണയ്ക്കായി ഈ സത്യത്തെ ഞാൻ നിലനിർത്തും, വളർത്തും. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ദേവിയുടെ വാക്കുകൾ അയാളെ ആശ്വസിപ്പിച്ചില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ. കാർ മെല്ലെ നീങ്ങിക്കൊണ്ടിരുന്നു. ആരും ഒന്നും പറഞ്ഞില്ല. കമ്പിത്തൂണുകളിലെ വെളിച്ചവും പിന്നെ നിഴലുകളും മാറി മാറി കാറിനുള്ളിൽ വീണുകൊണ്ടിരുന്നു. ക്ലബിന് മുമ്പിലെത്തിയപ്പോൾ അയാൾ കാർ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല, ദേവി പൊയ്ക്കോളൂ. അയാൾ കാർ തിരിച്ചു വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ ഭൃത്യൻ ഊണും തയ്യാറാക്കി വെച്ച് അയാളെ കാത്തിരിക്കുകയാണ്. താൻ ഊണ് കഴിക്കുന്നില്ലെന്നും പറഞ്ഞ് അയാൾ കിടപ്പുമുറിയിലേക്ക് പോയി. വസ്ത്രങ്ങൾ മാറി കാലും മുഖവും കഴുകി അയാൾ ഉറങ്ങുവാൻ കിടന്നു. ഉറക്കം വരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായി അയാൾ വിഷമിക്കുകയാണ്. 3 മാസം കഴിയുമ്പോൾ പൂച്ച പുറത്തു ചാടും, തൻ്റെ പേര് ദുഷിക്കും. ഒരു പക്ഷേ അവൾ തന്നെ വിട്ടില്ലെന്നും വരും. കോടതിയിൽ കേസ് കൊടുക്കും. അവൾ സാക്ഷികളെ സംഘടിപ്പിക്കും. വിചാരണ നടക്കും. താൻ തോൽക്കും. അവളുടെ കഴുത്തിൽ മാലയിടേണ്ടി വരും. ദൈവമേ, എന്നെ രക്ഷിക്കുക. ദൈവത്തെ വെറുതെ വിടാനാണ് അവൾ പറഞ്ഞത്. അയാൾ കിടക്കയിൽ മലർന്നു കിടന്നു പല പോംവഴികളും ആലോചിച്ചു. മിന്നൽ പിണര് പോലെ ഒരു പ്ലാൻ അയാളുടെ മനസ്സിലൂടെ ഓടി. ദാറ്റ് ഈസ് ഇറ്റ്. അയാൾ അറിയാതെ നിലവിളിച്ചുപോയി. ശബ്ദം കേട്ട് അടുത്ത മുറിയിൽ ഉറങ്ങുന്ന വൃത്യൻ ഓടി വന്നു. യജമാനൻ വിളിച്ചോ? ഓ ഇല്ല, നീ പോയി കുടിക്കുവാൻ കുറച്ച് വെള്ളം കൊണ്ടാ. അയാൾ ലൈറ്റിട്ട് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. വളരെ വൈകിയാണ് പിറ്റേ ദിവസം ഡോക്ടർ എഴുന്നേറ്റത്. തലേന്നു രാത്രി വളരെ നേരം വരെ ഉറക്കം വന്നില്ല. പുലരാൻ കാലത്താണ് ഒന്ന് കണ്ണടച്ചത്. അയാൾ വളരെ തിരക്കിട്ട് ദിനചര്യകൾ കഴിച്ചുകൂട്ടി. പ്രാതൽ പോലും വേണ്ട വിധം കഴിക്കാതെ അയാൾ കാറുമെടുത്ത് ഓപ്പറേഷൻ തിയേറ്റർ ഇൻചാർജിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പതിവില്ലാതെ DMOവിനെ കണ്ട OT ഇൻചാർജ് ഞെട്ടി എഴുന്നേറ്റ് സൽക്കാരങ്ങൾക്കുള്ള വട്ടം കൂട്ടുവാൻ ശ്രമിച്ചു. അപ്പോൾ രാജാറാം പറഞ്ഞു, മിസ്റ്റർ മുഖർജി, അതിനൊന്നും ഇപ്പോൾ മിനക്കിടേണ്ട. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ആകാംക്ഷയോടെ മുഖർജി തൻ്റെ കണ്ണടക്കിടയിലൂടെ ഡോക്ടർ രാജാറാമിനെ നോക്കിക്കൊണ്ടു നിന്നു. അപ്പോൾ രാജാറാം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടു പറഞ്ഞു, വരൂ, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. ഇവിടെ നിന്ന് പറയുവാൻ കൊള്ളില്ല. രാജാറാം മുഖർജിയുടെ തോളിൽ കൈവച്ച് നടന്ന് മുറ്റത്ത് ദൂരെ മാറി നിന്നു. മുഖർജി രാജാറാമിൻ്റെ അസാധാരണ പെരുമാറ്റം കണ്ട് അത്ഭുതപ്പെടുകയാണ്. തന്നോട് ഒരിക്കലും മാന്യമായി പെരുമാറിയിട്ടില്ലാത്ത ഡോക്ടർ തൻ്റെ തോളിൽ കൈവയ്ക്കുന്നു. ഡോക്ടർ പറഞ്ഞു തുടങ്ങി, മിസ്റ്റർ മുഖർജി, ഒരബദ്ധം പറ്റിയിരിക്കുന്നു. ഡോക്ടർക്ക് എന്തു പറ്റി? മുഖർജി അത്ഭുതം വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. പറ്റിയത് എൻ്റെ ഒരു സബോർഡിനേറ്റിനാ. അല്പം നിർത്തിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. സബോർഡിനേറ്റിനായാലും എനിക്ക് പറ്റിയതിന് തുല്യമാണല്ലോ. മുഖർജി വിവരം കേൾക്കുവാൻ ചെവി കൂർപ്പിച്ചു നിൽക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ ഡോക്ടർ ദേവിയുണ്ടല്ലോ, അവൾ ഒരു പിശകാണ്. എൻ്റെ ആശുപത്രിയിൽ ഇത്തരം അസംബന്ധങ്ങൾ തുടരാൻ ഞാൻ അനുവദിക്കുകയില്ല. അല്പം ഇടവിട്ടുകൊണ്ട് മുഖർജിയോട് ചോദിച്ചു, ആർക്കാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം? നിങ്ങൾ പറയൂ മിസ്റ്റർ മുഖർജി. താങ്കൾക്ക് തന്നെ, പെട്ടെന്ന് മുഖർജി പറഞ്ഞു. രാജാറാം പതുക്കെ ഒന്ന് നടുങ്ങി. മുഖർജി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എങ്കിലും യാതൊരു ഭാവഭേദവും കാണിക്കാതെ ചോദിച്ചു, എനിക്കോ? അതെങ്ങനെ? താങ്കളുടെ സ്ഥാപനത്തിലെ ഒരു വ്യക്തി എന്തു നെറുകേട് കാണിച്ചാലും അതിൻ്റെ അപമാനം താങ്കൾക്കും ബാധിക്കുമല്ലോ. മുഖർജിയുടെ ഉത്തരം കേട്ടപ്പോൾ രാജാറാമിന് ആശ്വാസമായി. അതല്ല രസം, രാജാറാം പറഞ്ഞു തുടങ്ങി. ഇതുവരെ അബോർഷന് ട്രൈ ചെയ്തിട്ടില്ല. ഈ വൈദ്യ ഘട്ടത്തിൽ
ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഓപ്പറേഷൻ. നമുക്ക് നടത്താൻ ഡോക്ടർ. എന്നാൽ ഒരു കാര്യം, ചുറ്റും നോക്കിക്കൊണ്ട് രാജാറാം പറഞ്ഞു, ഒരു കുഞ്ഞു പോലും അറിയരുത്. അൺഒഫീഷ്യൽ ആയിരിക്കണം ഓപ്പറേഷൻ. അതെങ്ങനെ സാധ്യമാകും സാർ? മുഖർജി ചോദിച്ചു. വിദ്യയുണ്ട്. ഓപ്പറേഷൻ ഇന്നു രാത്രി 2 മണിക്ക് നടത്തിക്കളയാം. മിസ്റ്റർ മുഖർജി, പേ വാർഡിലെ ഓടിയുടെ താക്കോൽ എന്നെ ഏൽപ്പിച്ചാൽ മതി. മുഖർജി ഒരു നിമിഷം ആലോചിച്ചു നിന്നു. ഓട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തവും തനിക്കാണ്. അവിടെ എന്തു സംഭവിച്ചാലും താൻ അതിന് ഉത്തരം പറയേണ്ടി വരും. എന്നാൽ DMOവിനോട് മറുത്തെങ്ങനെ പറയും? അയാൾ പറഞ്ഞു, ഡോക്ടർ, അതിനെന്താ വിരോധം? താക്കോൽ ഞാൻ തന്നേക്കാം. താങ്ക് യു മിസ്റ്റർ മുഖർജി. നൗ യു ആർ കീപ്പിംഗ് ദ പ്രസ്റ്റീജ് ഓഫ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാറിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? മുഖർജി ബഹുമാന പുരസ്സരം പറഞ്ഞു. ഡോക്ടർ വല്ലതും കഴിച്ചിട്ട് പോകാം. ഓ, അതൊക്കെ പിന്നീട് ഒരവസരത്തിലാകാം. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കാർ ഓടിപ്പോയി. പാതിരാ നേരം ഹോസ്പിറ്റൽ മുഴുവനും നിദ്രയിൽ ആണ്ടുകിടക്കുകയാണ്. വേദന കൊണ്ട് പുളയുന്ന രോഗികൾ മാത്രം ഞെരങ്ങിക്കൊണ്ടിരുന്നു. ആശുപത്രിയുടെ മട്ടുപ്പാവിലൂടെ കുന്തവും കുത്തിപ്പിടിച്ചു നടക്കുന്ന കാവൽക്കാർ ഇടയ്ക്കിടെ ജാക് തേ രഹോ എന്നുറക്കെ വിളിച്ചു പറയുന്നു. തെരുവ് വിളക്കുകൾ മുനിഞ്ഞു കത്തിക്കൊണ്ടിരുന്നു. ഡോക്ടർ രാജാറാം തൻ്റെ ഡ്യൂട്ടി റൂമിൽ ഇരിക്കുകയാണ്. അറ്റൻഡർമാരോ പരിവാരമോ ഇല്ല. അദ്ദേഹം വാച്ചിലേക്ക് നോക്കി. മണി 1:30. ഉടനെ മേശപ്പുറത്തുള്ള ഫോണിൻ്റെ റിസീവർ കയ്യിലെടുത്തു. ചൂണ്ടുവിരലിട്ടു ഡയൽ തിരിച്ചു തുടങ്ങി. ഡയലിൻ്റെ കർ എന്ന ശബ്ദം അയാളെ വല്ലാതെ പേടിപ്പെടുത്തി. അല്പനിമിഷങ്ങൾ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ ദേവി. ഞാനാണ് ഡോക്ടർ രാജാറാം. ആശുപത്രിയിൽ നിന്ന് സംസാരിക്കുന്നു. അതെ, ഉടനെ ഇങ്ങോട്ട് വരണം. പേ വാർഡിൽ ഒരു എമർജൻസി കേസ് വന്നിരിക്കുന്നു. ഓക്കെ. വിറക്കുന്ന കൈയോടെ റിസീവർ താഴെ വെച്ചു. രാജാറാം തൻ്റെ മുറി പൂട്ടി ഓട്ടിയിലേക്ക് നടന്നു. അവിടെ എല്ലാം സജ്ജീകരിച്ചു വച്ചിരിക്കുന്നു. ഓട്ടിയിൽ ടെക്നീഷ്യൻ ഭഗത് സിംഗ് കൂടാതെ വേറെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് അങ്ങ് ദൂരെയുള്ള ഒരു നഴ്സിംഗ് ഹോമിൻ്റെ ഉടമസ്ഥനായ ഒരു ഡോക്ടർ. മറ്റു 2 പേർ കൊമ്പൻ മീശയുള്ള 2 തടിയന്മാരായിരുന്നു. പരിചാരകൻ ബുദ്ധിപൂർവ്വം അയച്ചു തന്ന സഹായികൾ. പെട്ടെന്ന് ഓട്ടിയുടെ പുറത്ത് ഹൈ ഹീൽ ഷൂസിൻ്റെ ശബ്ദം പൊങ്ങി. വാതിൽ തുറന്നുകൊണ്ട് ഡോക്ടർ ദേവി അകത്തേക്ക് കടന്നു. കരുത്തേറിയ കൈകൾ വായിലമരുന്നതും ബലത്തോടെ എടുത്തുയർത്തപ്പെട്ടതും പൊടുന്നനെയായിരുന്നു. കറുത്ത തുണിയുടെ ആവരണത്തിലൂടെ ഒന്നും കാണാൻ വയ്യ. ഡോക്ടർ ദേവി ഭയങ്കരമായി കുതറിച്ചാടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ രാജാറാം അനസ്തേഷ്യ മെഷീൻ ഓപ്പറേഷൻ ടേബിളിനടുത്തേക്ക് നീക്കി ഉരുട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് റബ്ബർ നാളം എടുത്ത് ദേവിയുടെ മുഖത്തേക്ക് കമിഴ്ത്തി. ഈത്തറിൻ്റെ മണം മുറിയിൽ പരന്നു. കള്ളന്മാരുണ്ട്, സൂക്ഷിച്ചോളൂ. നഗരം കാവൽക്കാർ ഉറക്കെ വിളിച്ചു പറയുന്നത് ഡോക്ടർ രാജാറാമിൻ്റെ കാതിൽ വന്നലച്ചു. കത്തിപിടിച്ച കൈകൾ വൈദഗ്ധ്യത്തോടെ യന്ത്രം പോലെ ചലിച്ചു. രക്തം കിനിഞ്ഞു തുടങ്ങി. ഗർഭപാത്രത്തിന് മുറിവ് വീണപ്പോൾ രക്തം ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. അയാൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും രക്തധാര തടുക്കുവാൻ കഴിഞ്ഞില്ല. പലരുടെയും രക്തപ്രവാഹം നിമിഷം കൊണ്ട് നിർത്താറുള്ള ദേവിയുടെ രക്തപ്രവാഹം അവളേക്കാൾ സമർത്ഥനായ സർജന് തടുക്കാൻ കഴിഞ്ഞില്ല. സ്റ്റോപ്പ് ദ ബ്ലീഡിംഗ്, അയാൾ അട്ടഹസിച്ചു. അസിസ്റ്റൻ്റായ നഴ്സിംഗ് ഹോം ഡോക്ടർ ആർട്ടറി ഫോർസെപ്സുകൾ ക്ലിക്ക് എന്ന ശബ്ദത്തോടെ നിരത്തി തുടങ്ങി. അപ്പോൾ എങ്ങു നിന്നോ ഒരു കോഴി കൂവി. കത്തി വീണ്ടും ചലിച്ചു. ഗർഭപാത്രം പിളർന്നപ്പോൾ തൻ്റെ പാപത്തിൻ്റെ കറ ചോരക്കട്ടയുടെ രൂപത്തിൽ ഒരു കുഞ്ഞിൻ്റെ ആകൃതിയിൽ അയാൾ കണ്ടു. തൻ്റെ കൈകൊണ്ട്, സ്വന്തം കത്തികൊണ്ട് തൻ്റെ ജീവൻ്റെ കണിക അയാൾ മുറിച്ചെടുത്തു. തൻ്റെ മുന്നിലൂടെ ഒരു ചോരപ്പുഴ ഒഴുകുന്നതായി അയാൾക്ക് തോന്നി. കൈ വിറയ്ക്കരുത്, അയാൾ സ്വയം താക്കീത് ചെയ്തു. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഓപ്പറേഷൻ തീരുമ്പോൾ അയാൾ തികച്ചും അവശനായിരുന്നു. അപ്പോൾ ആരോടെന്നില്ലാതെ പറഞ്ഞു, ഹോപ്പ്ലെസ് കേസ്. അസിസ്റ്റൻ്റ് മുറിവുകൾ തുന്നിക്കൂട്ടി ഡ്രസ് ചെയ്തു. പുറത്തു നിർത്തിയ ആംബുലൻസിൽ ദേവിയുടെ ദേഹം തടിയന്മാർ എടുത്തുവെച്ചു. ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയതിനു ശേഷം ഡോക്ടറും ആംബുലൻസിൽ കയറി. ദേവി മെല്ലെ കണ്ണുമിഴിച്ചു, വീണ്ടും അടച്ചു. ആംബുലൻസ് നീങ്ങി. മഴപ്പാറ്റകൾ ചത്തുകിടക്കുന്ന വിളക്കിൻ കാലിനടിയിൽ നീണ്ടുകിടക്കുന്ന രാജപാതയിലൂടെ ആംബുലൻസ് 40 നാഴിക അകലെ കിടക്കുന്ന ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. വളരെ പ്രയാസപ്പെട്ട് ദേവി കണ്ണു തുറക്കാൻ ശ്രമിച്ചു. കൺപോളകളിൽ ഈയക്കട്ടികൾ കെട്ടിത്തൂക്കിയിട്ടതുപോലെ അവൾക്ക് തോന്നി. ബോധം ക്രമേണ അവളിൽ തിരിച്ചു വന്നു. താൻ എവിടെയാണ്?
അവൾ ആലോചിക്കുവാൻ ശ്രമിച്ചു. കണ്ണുകൾ തുറന്നു. അപരിചിതമായ ചുറ്റുപാട്. താൻ കട്ടിലിൽ കിടക്കുകയാണ്. നല്ല വൃത്തിയുള്ള ഇടുങ്ങിയ ഒരു മുറിയിലാണ് താൻ കിടക്കുന്നത്. അടുത്ത ഒരു സ്റ്റൂളിൽ അപരിചിതയായ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കുവാൻ തോന്നി. ഉടനെ ക്ലോറോഫോമിൻ്റെ മണം അവൾക്ക് അനുഭവപ്പെട്ടു. തലേന്നാൾ രാത്രി നടന്ന സംഭവങ്ങൾ ഒരു സിനിമയിൽ എന്ന പോലെ അവളുടെ മനസ്സിലൂടെ നീങ്ങുവാൻ തുടങ്ങി. അവൾ തല പൊക്കി എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. എന്നാൽ തലയിൽ എന്തോ വലിയ ഭാരം വെച്ചതായി അവൾക്ക് അനുഭവപ്പെട്ടു. കുഞ്ഞേ, എന്തു വേണം? അടുത്തിരിക്കുന്ന മധ്യവയസ്കയായ സ്ത്രീ അവളുടെ തലയിൽ തടവിക്കൊണ്ട് ചോദിച്ചു. ക്ഷീണിച്ച കണ്ണുകൾ കൊണ്ട് അവരെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അടിവയറ്റിൽ വേദന തോന്നി. കൈകൾ മെല്ലെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ വലിയ ബാൻഡേജ് വെച്ചു കെട്ടിയിരിക്കുന്നു. താൻ വഞ്ചിക്കപ്പെട്ട പരമാർത്ഥം അവൾ വേദനയോടെ ഓർത്തു. തൻ്റെ സ്ത്രീത്വവും മാതൃത്വവും ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എത്ര സുന്ദരന്മാർ തൻ്റെ പിന്നാലെ സ്നേഹാഭ്യർത്ഥനയുമായി വന്നിരുന്നു. 4.5 കൊല്ലം തൻ്റെ സഹപാഠിയായിരുന്ന കുമാറിൻ്റെ സ്നേഹാഭ്യർത്ഥന പുല്ലുപോലെ തട്ടിക്കളയുകയല്ലേ ചെയ്തത്. കുമാർ വിശാല ഹൃദയനും സൽസ്വഭാവിയുമായിരുന്നു. തന്നെ ജീവനേക്കാൾ അയാൾ സ്നേഹിച്ചു. താൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ നീക്കുവാനായി അവൾ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു. രക്ഷാബന്ധൻ ദിനത്തിൽ അയാളുടെ വലത്തു കൈത്തണ്ടയിൽ ഒരു രാഖി കെട്ടിക്കൊടുത്തുകൊണ്ട് ആ വലിയ ഉത്കണ്ഠ ഒരു നിമിഷം കൊണ്ട് തകർത്തു കളഞ്ഞു. ആ സമയത്ത് കുമാറിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞത് അവൾ ഇന്നും ഓർമ്മിക്കുന്നു. അതിനുശേഷം കുമാർ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. അവൾ ഓർത്തു, താൻ എന്തിനാണ് രാജാറാമിനെ സ്നേഹിക്കാൻ പോയത്? അയാൾ ക്രൂരനാണെന്നും തന്നിഷ്ടക്കാരനാണെന്നും തനിക്കറിയാമായിരുന്നു. എന്നാൽ ആ കണ്ണുകളിലെ പ്രകാശം, ആ സ്ഥൈര്യം, കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള കെൽപ്പ് എല്ലാം തന്നെ വശീകരിച്ചു. ജീവിതത്തിൽ ഒരു പുരുഷനാൽ താൻ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാജാറാമിനാലായിരുന്നു. ഇത്രയും കഴിവുള്ള ആ മനുഷ്യനെ സ്വന്തമാക്കുക, എന്നിട്ട് അയാളെ പാകപ്പെടുത്തുക. തിന്മകൾ അകറ്റിയെടുത്താൽ ആ വ്യക്തിത്വം മുത്തുപോലെ ശോഭിക്കും. ഇതെല്ലാമായിരുന്നു തൻ്റെ ഉദ്ദേശ്യങ്ങൾ. എന്നാൽ എല്ലാം അവതാളത്തിലായിരിക്കുന്നു. ദേവി ചെറിയ ജനൽവാതിലിൽ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കി. വേനൽക്കാലമായിരുന്നതിനാൽ ആകാശം നരച്ചു തുടങ്ങിയിരുന്നു. ദാഹിച്ച് ഉണങ്ങി വരേണ്ട മരങ്ങൾ ചെള്ളിച്ച കൊമ്പുകളേന്തി നരച്ച ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന മഴയെ കാത്തിരിക്കുന്നു. ഉണക്കമരങ്ങൾ നോക്കി അവൾ നെടുവീർപ്പിട്ടു. താനും ഇതുപോലെ ഒരു ഉണക്കമരമാണ്. മഴ പെയ്താൽ ഈ ഉണക്കമരങ്ങൾ ഇനിയും തളിർക്കുകയും കായ്ക്കുകയും ചെയ്യും. വരണ്ട ഭൂമി വെള്ളം കൊണ്ട് കുതിർക്കും. എന്നാൽ താനോ? വലിയ ചോദ്യചിഹ്നങ്ങൾ അവളുടെ മനോമുകുരത്തിലൂടെ മാർച്ച് ചെയ്തു കടന്നുപോയി. വാതിലിൽ ആരോ മുട്ടി. പരിചാരിക തുറന്ന വാതിലിലൂടെ ഏപ്രൺ ധരിച്ച ഒരാൾ അകത്തേക്ക് കടന്നു. രാജാറാം ആണെന്ന് അവൾക്ക് തോന്നി. എന്നാൽ അത് അവിടുത്തെ ഡോക്ടറായിരുന്നു. അദ്ദേഹം കട്ടിലിനരികെ വന്ന് തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ എടുത്തു. നാടി പിടിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, ആർ യു ഫീലിംഗ് ബെറ്റർ? അവൾ ഒന്നും പറഞ്ഞില്ല. ഒരാട്ട് കൊടുക്കുവാനാണ് തോന്നിയത്. അന്നു സന്ധ്യയായിട്ടും രാജാറാം വന്നില്ല. രാത്രി വളരെ വൈകുന്നത് വരെ അവൾ അയാളെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ രാജാറാം അവിടെ വന്നില്ല. അന്നു മാത്രമല്ല, ഒരിക്കലും. ആഴ്ചകൾ പലതു കഴിഞ്ഞപ്പോൾ അടിവയറ്റിൽ ഒരു വലിയ മുറിവിൻ്റെ പാടും ഹൃദയത്തിൽ അതിനേക്കാൾ വലിയ ഒരു മുറിവിൻ്റെ പാടുമായി ദേവി സ്ഥലം വിട്ടു. ഡോക്ടർ രാജാറാം അസ്വസ്ഥനായിരുന്നു. അന്നുവരെ യാതൊരു തരത്തിലും പതറാത്ത ഒരു പാതയായിരുന്നു അയാളുടെ മനസ്സ്. ദേവിയെ ഇനി എങ്ങനെ അഭിമുഖീകരിക്കും എന്ന കാര്യം ഓർക്കുമ്പോൾ അയാൾ നടുങ്ങും. തന്നെ വളർത്തി വലുതാക്കിയ അച്ഛനെ ഭയപ്പെടാത്ത, തനിക്ക് ശമ്പളം തരുന്ന ഗവൺമെൻറ്റിനെ നിത്യവും കൈക്കൂലി വാങ്ങി വഞ്ചിക്കുമ്പോൾ ഭയപ്പെടാത്ത, അന്നുവരെ താൻ ചവിട്ടിത്തേച്ച മനുഷ്യാത്മാക്കളെ ഭയപ്പെടാത്ത രാജാറാം വെറും ദുർബലയായ ദേവി എന്ന സ്ത്രീയെ ഭയന്നു തുടങ്ങി. കാലേക്കൂട്ടി പ്രവചനം ചെയ്ത ഒരു ഭൂകമ്പത്തെ പോലെ അവളുടെ വരവിനെ അയാൾ കാത്തിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ദേവി വീണ്ടും ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് ഹാജരായി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ
എന്തേ ഇത്ര പെട്ടെന്ന് തിരോധാനം ചെയ്തതെന്ന് സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് കമ്പി വന്നു. ഉടനെ നാട്ടിലേക്ക് പുറപ്പെടേണ്ടി വന്നു. അമ്മയ്ക്ക് ദീനം കലശിലായതിനാൽ 3 മാസത്തെ സിക്കുലീവ് എടുത്ത് അമ്മയെ ശുശ്രൂഷിച്ച് അവിടെ കഴിഞ്ഞുകൂട്ടി. ഇതെല്ലാം രാജാറാം അറിഞ്ഞു. എന്നിട്ടും അയാൾ അവളെ വിശ്വസിച്ചില്ല. അവൾ പട്ടിൽ പൊതിഞ്ഞ കത്തിയുമായി നടക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. ഇനി അവളെ തൻ്റെ കൂടെ ജോലി ചെയ്യാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് അയാൾ അവളെ സർജിക്കൽ വാർഡിൽ നിന്നും ഫാമിലി പ്ലാനിംഗ് സെക്ഷനിലേക്ക് മാറ്റി. സമർത്ഥനായ സർജൻ്റെ അസിസ്റ്റന്റിനെ ഇത്ര പെട്ടെന്ന് ഫാമിലി പ്ലാനിങ്ങിലേക്ക് മാറ്റിയത് സ്റ്റാഫിനിടയിൽ സംസാര വിഷയമായി. അടുത്ത സ്നേഹിതന്മാർ ഈ കാര്യം രാജാറാമിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നൗ എ ഡേയ്സ് ഹെർ ഹാൻഡ്സ് ആർ സോ ഷെക്കി യു കാൺട്ട് ഇമാജിൻ യു സീ. ഇത് ദേവി കേട്ടു. തന്നെ ഒരു ഉണക്കമരമാക്കി മാറ്റിയ മനുഷ്യൻ തന്നെ വീണ്ടും തേജോവധം ചെയ്യുവാൻ വീണ്ടും ശ്രമിക്കുകയാണെന്ന് അവൾക്ക് ബോധ്യമായി. ഒരു നാൾ അവൾ രാജാറാമിൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. രാജാറാം ആദ്യമായാണ് ദേവിയെ അഭിമുഖീകരിക്കുന്നത്. അയാൾ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, ഡോക്ടർ, എന്താണ് സമ്മതമില്ലാതെ അകത്തേക്ക് വന്നത്? ഡോണ്ട് യു നോ സിമ്പിൾ മാനേഴ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് സെൻഡ് മീ ദ സ്ലീപ്പ്. ദേവി വളരെ ധൈര്യം നടിച്ചുകൊണ്ട് കസേര വലിച്ച് അതിലിരുന്നു. എന്നിട്ട് രാജാറാമിനെ നോക്കി. അയാൾ എന്തു ചെയ്യണമെന്നറിയാതെ തൻ്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ടവലെടുത്ത് കണ്ണു തുടച്ചു. വീണ്ടും കണ്ണട എടുത്തു വെച്ചു. ദേവി അയാളുടെ മുഖത്തേക്ക് നോക്കി. രാജാറാമിൻ്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നു. ഭയപ്പെടേണ്ട, ഞാനൊന്നും ചെയ്യുകയില്ല. സമ്മതം കൂടാതെ ഞാൻ മുറിയിൽ കടന്നു വന്നതിനാലാണ് നിങ്ങൾക്ക് ദേഷ്യം അല്ലേ? മേശപ്പുറത്തുള്ള ഫയലിലേക്ക് നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. എന്നാൽ മേശയ്ക്കടിച്ചുകൊണ്ട് രാജാറാം പറഞ്ഞു, ഇതൊരു ഓഫീസാണ്, ഓർമ്മയിരിക്കട്ടെ. ദേവി നിശബ്ദയായിരുന്നു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ തല ഉയർത്തി ദേവിയെ നോക്കി. അവൾ താഴോട്ട് നോക്കിയിരിക്കുകയാണ്. ഒന്നും ഭാവിക്കാതെ അയാൾ ചോദിച്ചു, നിങ്ങൾ വന്ന കാര്യം പറയൂ. ഒരപേക്ഷയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ? അലക്ഷ്യഭാവത്തിൽ അയാൾ ചോദിച്ചു. എന്നെ ദയവ് ചെയ്ത് സർജിക്കൽ വാർഡിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. ഫാമിലി പ്ലാനിങ്ങിൽ എനിക്ക് വയ്യ. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിൽ ആരും വർക്ക് ചെയ്യുകയില്ലെന്നോ? എല്ലാവരും സർജന്മാരാകണമെന്ന് മോഹിച്ചാൽ ആവുന്ന കാര്യമാണോ? സർജനായി പണം വാരാനോ പേരെടുക്കാനോ അല്ല എനിക്കിഷ്ടം. ഡോക്ടറുടെ കൂടെ ജോലി ചെയ്യാനാണ്. രാജാറാം താൻ സ്വപ്നം കാണുകയാണോ എന്നോർത്തുപോയി. ഓപ്പറേഷന് ശേഷം അന്നാദ്യമായി അയാൾ ദേവിയുടെ മുഖത്തേക്ക് നോക്കി. മുഖം വിളർത്തിരിക്കുന്നു. കണ്ണുകളിൽ ദുഃഖത്തിൻ്റെ കരിനിഴൽ പരന്നുകിടക്കുന്നു. ആ മനസ്സിലെ നിഷ്കളങ്കത പെട്ടെന്ന് കാണുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാളുടെ ചിന്തകൾ വളഞ്ഞ വഴിക്കാണ് പോയത്. അയാൾ ചോദിച്ചു, പ്രതികാരം ചെയ്യാനായിരിക്കും ഭാവമല്ലേ? എൻ്റെ അടുത്തു തന്നെ ചുറ്റിപ്പറ്റി നിന്ന് ഓർക്കാപ്പുറത്ത് എൻ്റെ കഥ കഴിക്കാനായിരിക്കും പരിപാടി. ദേവി ഒന്നും പറഞ്ഞില്ല. അവളുടെ മനസ്സിൻ്റെ അറകൾ അവൾ എങ്ങനെ തുറന്നു കാണിക്കാനാണ്? അവൾക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ചൂണ്ടുവിരലുകൊണ്ട് മേശപ്പുറത്ത് വരഞ്ഞുകൊണ്ടിരിക്കെ അവളുടെ കണ്ണുകൾ നനഞ്ഞു. ഡോക്ടർ വീണ്ടും അസ്വസ്ഥനായി. അവളെ മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അയാൾ വിഷമിച്ചു. അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ദേവി മേശമേൽ തല കുത്തി കരയുകയാണ്. രാജാറാം നടന്ന് മേശയ്ക്ക് പിൻപുറം വന്ന് ദേവിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളെ കെട്ടിപ്പുണരാൻ അയാൾ മോഹിച്ചു. എന്നാൽ അതിനുള്ള ധൈര്യം ആ സന്ദർഭത്തിൽ അയാൾക്കില്ലായിരുന്നു. ദേവി ഒന്നും പറയാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുമ്പോൾ സാരി തലപ്പ് കൊണ്ട് അവൾ കണ്ണീർ തുടയ്ക്കുകയായിരുന്നു. വളരെ നേരം അയാൾ ചിന്തയിലാണ്ടു. രാജാറാം കടലാസ് എടുത്ത് ദേവിയെ വീണ്ടും സർജിക്കൽ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന് നോട്ടീസ് എഴുതി. അതോടെ അയാൾ വിഷണ്ണനായി. താൻ പാപിയാണെന്ന് അയാൾ ഓർത്തു. ജോലിയൊന്നും ചെയ്യാൻ മനസ്സു വരുന്നില്ല. കാര്യമായ 2 ഓപ്പറേഷൻ ചെയ്യാനുണ്ടായിരുന്നത് മറ്റു ഡോക്ടർമാരെ ഏൽപ്പിച്ച് ലീവ് എഴുതി വെച്ച് അയാൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. തൻ്റെ വീട് വളരെ വിജനമാണെന്ന് അയാൾക്ക് തോന്നി. സ്വീകരണ മുറിയിലിട്ട മിന്നിത്തിളങ്ങുന്ന സോഫകളിലും പരവതാനിയിലും പ്രേതങ്ങൾ നൃത്തം ചെയ്യുകയാണോ? ഒഴിഞ്ഞുകിടക്കുന്ന മുറികളിലെല്ലാം ചെകുത്താന്മാരാണോ? അയാൾ ഭയത്തോടെ മുകളിലേക്കോടി. എല്ലാ മുറികളുടെയും കർട്ടൻ നീക്കി ജനൽ വാതിലുകൾ തുറന്നിട്ടു. ഫാൻ ഓൺ ചെയ്തു വെച്ചു. അപ്പോഴേക്ക് ഭൃത്യൻ ഓടി വന്നു. എടോ, വെള്ളം കൊണ്ടുവരൂ.
ഭൃത്യൻ ഫ്രിഡ്ജ് തുറക്കുന്ന ശബ്ദം അയാളെ പേടിപ്പെടുത്തി. വെള്ളം കുടിച്ചപ്പോൾ അയാൾക്ക് ആശ്വാസം തോന്നി. അയാൾ താഴെ ഇറങ്ങിപ്പോയി. റേഡിയോഗ്രാമിനടുത്തിരുന്ന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെക്കോർഡ് ഓൺ ചെയ്തു വെച്ചു. സ്വീകരണ മുറിയിലെ കണ്ണാടിയിൽ അയാൾ നോക്കി. തൻ്റെ മുഖത്ത് ചുളിവുകൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ചെവിക്ക് മുകളിലത്തെ മുടികൾ നരയ്ക്കുവാൻ തുടങ്ങി. വാർദ്ധക്യം തുടങ്ങുന്നതിൻ്റെ ഒട്ടും അസാധാരണമല്ലാത്ത ചിഹ്നം അയാൾ ഓർക്കുവാൻ തുടങ്ങി. ഈ വലിയ വീടും പൂന്തോട്ടവും കാറും ഗേറ്റും കാവൽക്കാരനുമെല്ലാം ആർക്കു വേണ്ടിയാണ്? എത്ര കാലം താനിനി ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കും? വേണ്ടതിലധികം പണം തൻ്റെ കയ്യിലിരിക്കുന്നു. താൻ തനിച്ചാണ്. ഏകാന്തത തന്നെ ഭയപ്പെടുത്തുന്നു. രാജാറാം കാഷ്വൽ ലീവ് എടുത്ത് വീട്ടിൽ കഴിച്ചു കൂട്ടുകയാണ്. ഈയിടെയായി ജോലി ചെയ്യുവാൻ തീരെ മനസ്സില്ല. എപ്പോഴും ഉന്മേഷക്കുറവ്, അകാരണമായ ഒരു കുറ്റബോധം അയാളെ പിടികൂടിയിരിക്കുന്നു. ഇടയ്ക്കെല്ലാം കരയണമെന്നും കണ്ണുനീർ പൊഴിക്കണമെന്നും തോന്നുക. ജീവിതത്തിൽ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി പോലും ഇല്ലല്ലോ എന്ന ദുഃഖസത്യം അയാൾ കൂടെ കൂടെ ഓർക്കുവാൻ തുടങ്ങി. തൻ്റെ സ്വന്തം അച്ഛൻ ഒരു പുഴുത്ത പട്ടിയെ പോലെ തന്നെ വെറുക്കുന്നു. തന്നെ ആദർശവാനാക്കണമെന്ന് മോഹിച്ച അച്ഛന് താൻ സമ്മാനിച്ചത് ക്രൂരതയും താന്തോന്നിത്തവുമാണ്. പണത്തിൻ്റെ പിന്നാലെ ഓടരുതെന്ന് പലപ്പോഴും അച്ഛൻ ഉപദേശിച്ചു. ജനങ്ങളുടെ സ്നേഹം സമ്പാദിക്കുവാൻ പണം സമ്പാദിക്കുന്നതിലും വിഷമമാണെന്ന് പറഞ്ഞു തന്നു. അതൊന്നും താൻ കേട്ടില്ല. ദരിദ്രനായ അച്ഛൻ്റെ മകനായി വളർന്നതുകൊണ്ട് പണക്കാരനാകാൻ മോഹിച്ചു. ആ മോഹം അച്ഛനും മകനുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിച്ചു. ആകെ ജീവിതത്തിൽ സ്നേഹിച്ചത് ദേവി മാത്രമാണ്. അവൾ ഒരു ദേവകന്യകയാണ്. അവളെയും താൻ ദ്രോഹിച്ചു. ഇനി എന്താണ് ജീവിതത്തിൽ ശേഷിച്ചിട്ടുള്ളത്? തൻ്റെ അച്ഛൻ, പരിചയക്കാർ, സഹപ്രവർത്തകർ, കീഴ്ജീവനക്കാർ, രോഗികൾ എല്ലാം തന്നെ വെറുക്കുന്നു. ഭൃത്യൻ മുറിയിലേക്ക് കടന്നു വന്നു. സാർ, താഴെ രോഗികൾ കാത്തുകിടക്കുന്നു. ഡോക്ടർക്ക് കോപം വന്നു. സ്വൈരമായി ചിന്തിക്കുവാൻ കൂടി ഇക്കൂട്ടർ അനുവദിക്കുന്നില്ല. വീട്ടിലിരുന്നാൽ പ്രൈവറ്റ് കൺസൾട്ടേഷനേ നേരമുള്ളൂ. എടോ, അവരോട് പോകാൻ പറയൂ, എനിക്ക് സുഖമില്ല. വേറെ എങ്ങും ഡോക്ടർമാരില്ലേ ഈ നാട്ടിൽ? ഭൃത്യൻ താഴത്തേക്ക് ഇറങ്ങി. രാജാറാം അല്പനിമിഷങ്ങൾക്കു ശേഷം എന്തോ ഓർത്തിട്ടെന്ന പോലെ താഴത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ രോഗികൾ മടങ്ങിപ്പോകുന്നത് അയാൾ കണ്ടു. വരിൻ വരിൻ, എല്ലാവരെയും ഡോക്ടർ വിളിച്ചു. രോഗികളും ബന്ധുക്കളും വീണ്ടും കൺസൾട്ടേഷൻ മുറിയിലേക്ക് കടന്നിരുന്നു. മനസ്സുഖമില്ലെങ്കിലും ഡോക്ടർ അവരെ പരിശോധിക്കുവാൻ തുടങ്ങി. അന്ന് അയാൾ ആരോടും ഫീസ് വാങ്ങിയില്ല. ജീവിതത്തിൽ ആദ്യമായി ചെയ്ത ഒരു സൗജന്യമായിരുന്നു അത്. അന്ന് വൈകുന്നേരം രാജാറാം കാറും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ കാർ നിർത്തി. അയാൾ അകത്തേക്ക് കടന്നു. അപ്പോൾ ഡോക്ടർ ദേവി പോകുവാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അയാൾ അല്പനേരം അവളെ നോക്കി നിന്നു. കടും നീലസാരിക്ക് മുകളിൽ ഏപ്രൺ ഇട്ടിരിക്കുന്നു. സമൃദ്ധമായ മുടി പിന്നിൽ ഒതുക്കി കെട്ടിവച്ചിരിക്കുകയാണ്. സുന്ദരമായ ആ മുഖത്ത് നിഴച്ചു കിടക്കുന്ന ദൈന്യത അയാൾ മനസ്സിലാക്കി. ഡോക്ടറെ കണ്ടിട്ട് വളരെയായി. ദേവി കുശലം ചോദിച്ചു. സുഖമില്ലായിരുന്നു, രാജാറാം നിർവികാരനായി പറഞ്ഞു. അവളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തനിക്ക് നിൽക്കുവാൻ അർഹതയില്ലാത്ത ഒരു സ്ഥലത്ത് നിൽക്കുന്ന അസുഖം അയാളെ ബാധിച്ചു. വളരെ ധൈര്യം നടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ദേവി, നിന്നോട് ചിലത് പറയാനുണ്ട്. കാറിൽ കയറി. കാർ നീങ്ങി. വളരെ മെല്ലെയാണ് കാർ ഓടിക്കൊണ്ടിരുന്നത്. മെയിൻ റോഡിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദേവി എന്നെ വെറുക്കുന്നു. അവളൊന്നും പറഞ്ഞില്ല. അല്പനേരത്തേക്ക് അയാൾക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. പിന്നെ അയാൾ തുടർന്നു, ദേവി, കഴിഞ്ഞതെല്ലാം നീ മറക്കണം. മറന്ന് നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞാനൊരു ഭ്രാന്തനായി പോകും. ദേവി തൻ്റെ കൈവിരലുകൾ പിണച്ചു പിടിച്ച് അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ നിങ്ങളോട് ദേഷ്യമോ വെറുപ്പോ തോന്നിയിട്ടില്ല. എന്താണ് അതിന് കാരണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവൾ പിന്നീടൊന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞു, എനിക്ക് സമാധാനം വേണം. സ്വൈര്യമായി അല്പം ജീവിക്കണം നിന്നോടുകൂടി. അല്പനിമിഷങ്ങളോളം അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആശ്ചര്യപൂർവ്വം അവൾ ചോദിച്ചു, എന്താണ് നിങ്ങളീ പറയുന്നത്? നീ എന്നും ആശിച്ചുകൊണ്ടിരുന്ന, ഞാൻ എന്നും എതിർത്തുകൊണ്ടിരുന്ന നമ്മുടെ വിവാഹം നടക്കണം. നിനക്ക് സമ്മതമാണോ? ദേവിക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അവൾ ആകെ തളർന്നു പോയിരുന്നു. ഡോക്ടർ ദേവിയുമായുള്ള രാജാറാമിൻ്റെ വിവാഹം വളരെ ആർഭാടപൂർവ്വം നടന്നു.
അതോടെ രാജാറാമിൻ്റെ വീട്ടിൽ പുതിയ ജീവിതം മുട്ടിട്ടു. വീടിനും പരിസരത്തിനും കൂടുതൽ ഭംഗി വന്നു. അടുക്കും ചിട്ടയും വർദ്ധിച്ചു. വീട്ടിൽ വേലക്കാർ അധികമായി. തോട്ടത്തിൽ വൃക്ഷങ്ങളും പൂച്ചെടികളും വർദ്ധിച്ചു. തോട്ടം നോക്കുവാൻ പ്രത്യേകം തോട്ടക്കാരൻ, വീടു കാക്കുവാൻ 4 രാത്തിൽ ആട്ടിറച്ചി തിന്നുന്ന 2 നായ്ക്കളെ പ്രത്യേകം ലക്നൌവിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അതിഥി മുറിയിലും പൂമുഖത്തും മാർബിൾ പതിച്ചു. ദേവി തൻ്റെ ജോലി രാജിവെച്ച് തികച്ചും വീട്ടമ്മയായി. ദിവസങ്ങൾ നീങ്ങുന്നത് ജോലി തിരക്കിനിടയിൽ രാജാറാം അറിഞ്ഞില്ല. ഒരു നാൾ ഉറങ്ങുവാൻ കിടന്നപ്പോൾ ദേവി പറഞ്ഞു, ഒരു സംഗതി അറിഞ്ഞോ? എന്താ? സംഗതി ആകെ കുഴപ്പമായിരിക്കുന്നു. അയാൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. എപ്പോഴും അയാൾക്ക് പേടിയാണ്. ചെറിയ നിസ്സാര സംഭവങ്ങൾ പോലും അയാളെ ഉത്കണ്ഠാകുലനാക്കുന്നു. അപ്പോൾ ദേവി പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും, അത്രമാത്രം. എന്താ കാര്യം? തെളിച്ചു പറയൂ. അദ്ദേഹത്തിന് തിരക്ക് കൂടി. 6-7 മാസം കഴിഞ്ഞാൽ പണ്ട് ചെയ്തതുപോലെ ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യേണ്ടി വരും. ഓഹോ! അയാൾ നെടുതായി ഒന്ന് നിശ്വസിച്ചതിനു ശേഷം ഉൾച്ചിരിയോടെ സന്തോഷിക്കുവാൻ തുടങ്ങി. എന്തേ ഇതുവരെ പറയാത്തത്? അയാൾ ചോദിച്ചു. ഇതിനെയും കൊന്നുകളയുമോ എന്ന് പേടിയായിരുന്നു. കൊല്ലുകയില്ലെന്ന് തീർച്ച വന്നതുകൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞതാണ്. അയാൾ ഒന്ന് ഉള്ളിൽ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ടായി. രാജാറാം ജീവിക്കാൻ അനുവദിച്ച കുഞ്ഞിനെ ദൈവം ജീവിക്കാൻ അനുവദിച്ചില്ല. 6 മാസം മാത്രമേ ആ കുഞ്ഞിനെ വയറ്റിൽ കിടത്തുവാൻ ദേവിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും അബോർഷൻ സംഭവിച്ചു. ഈ സംഭവം 2 പേരെയും പിടിച്ചു കുലുക്കി. രാജാറാമിൻ്റെ ഉന്മേഷം കുറഞ്ഞു വന്നു. മുടി 3/4 ഭാഗവും നരച്ചു. മുഖത്തെ ചുളിവുകൾക്ക് ആഴം കൂടി വന്നു. എല്ലാവരോടും അടുക്കുവാനും സ്നേഹിക്കുവാനും അയാൾ ശ്രമിച്ചു. എന്നാൽ ഒരു കാലം ക്രൂരനായി നടന്ന ആ മനുഷ്യനോട് സ്നേഹം കാണിക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല. ആ വലിയ വീട്ടിൽ പിന്നെ ബഹളങ്ങൾ നിലച്ചു. ആവശ്യത്തിന് മാത്രം ഭാര്യയും ഭർത്താവും സംസാരിച്ചു. ഭൃത്യന്മാരുടെ ശബ്ദവും കാലടി ഒച്ചകളും സാധനം എടുത്തു മാറ്റുന്ന ശബ്ദവും മാത്രം ഇടയ്ക്കിടെ കേൾക്കാം. തോട്ടത്തിലെ ചെടികൾക്കു പിന്നെ ദേവിയുടെ ശുശ്രൂഷ ലഭിച്ചില്ല. വീട്ടുകാര്യത്തിൽ അവരുടെ ശ്രദ്ധ കുറഞ്ഞു വന്നു. ഒരു കൊച്ചു കുഞ്ഞുണ്ടായി കാണാനായി രാജാറാമിൻ്റെ പിന്നത്തെ ഏറ്റവും വലിയ മോഹം. ഒരു മകനുണ്ടാകണം, അവനെ വളർത്തണം, വളർത്തി വലിയ ആളാക്കണം, ലക്ഷക്കണക്കിനുള്ള തൻ്റെ സ്വത്തുക്കൾക്ക് അവനെ അവകാശിയാക്കണം. ഈ ചിന്തകളോടെ രാജാറാം നാളുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവി വീണ്ടും ഗർഭം ധരിച്ചു. 2 പേരും വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരുന്നു. തന്നിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ അന്വേഷിച്ചു ദേവിയെ പ്രത്യേകം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വിധിയുടെ കൈകളെ ജയിക്കുവാൻ രാജാറാമിനും ദേവിക്കും കഴിഞ്ഞില്ല. 4 മാസം കഴിഞ്ഞപ്പോൾ പഴയതുപോലെ ദേവിക്ക് വയറ്റിൽ വേദന തോന്നി. ഒരു ഡോക്ടറായ അവൾക്ക് സംഭവത്തിൻ്റെ ഗതി മനസ്സിലായി. അവൾ രാജാറാമിനോട് വിവരം പറഞ്ഞു. ദേവിക്ക് അസുഖം കൂടിക്കൂടി വന്നു. അവൾ തൻ്റെ മുറിയിൽ കിടക്കുകയാണ്. രാജാറാം ടൗണിലെ പ്രസിദ്ധനായ ഗൈനക്കോളജിസ്റ്റിനെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം വന്നപ്പോഴേക്കും ദേവിയുടെ അസുഖം വളരെ വർദ്ധിച്ചിരുന്നു. അയാൾ ദേവി കിടക്കുന്ന അകത്തേക്ക് കടന്നു വാതിലടച്ചു. ദേവിയുടെ ഞരക്കം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. രാജാറാം അതിഥി മുറിയിലൂടെ കൈകൾ പിന്നിൽ കെട്ടിക്കൊണ്ട് ഉലാത്തിക്കൊണ്ടിരുന്നു. അകത്തു നിൽക്കുന്ന രോഗിയെക്കുറിച്ച് പുറത്തു നിൽക്കുന്ന ബന്ധുവിനുണ്ടാകുന്ന വേവലാതി അന്ന് അയാൾ ആദ്യമായി മനസ്സിലാക്കി. പലപ്പോഴും താൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുമ്പോൾ വ്യാകുലരായി പുറത്തു നിൽക്കുന്ന ബന്ധുക്കളെ പുച്ഛത്തോടെ നോക്കാറുള്ളത് അയാൾ ഓർത്തു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സർജൻ പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ വളരെ വ്യസനിക്കുന്നു. ഗർഭം അലസിപ്പോയിരിക്കുന്നു. രാജാറാമിൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. തൊണ്ട ശുദ്ധി വരുത്തിക്കൊണ്ട് ഗൈനക്കോളജിസ്റ്റ് കസാലയിൽ ഇരുന്നു. രാജാറാമിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു സത്യം കൂടി ഞാൻ പറയട്ടെ രാജാറാം, നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഇനി ഒരിക്കലും സാധ്യമല്ല. എന്ത്? രാജാറാമിൻ്റെ കണ്ണുകൾ തുറിച്ചു നിന്നുപോയി. ഷീ ഈസ് സഫറിങ് ഫ്രം ഹാബിച്വൽ അബോർഷൻ. സർജൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ജയറാമിൻ്റെ കാതുകളിൽ. ഷീ ഈസ് സഫറിങ് ഫ്രം ഹാബിച്വൽ അബോർഷൻ. സർജൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ രാജാറാമിൻ്റെ കാതുകളിൽ വന്നലച്ചു. 1968 പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ ഒരു കഥയാണിത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ആശുപത്രി ജീവിതത്തിൻ്റെ ചില നിഗൂഢതകളൊക്കെ വെളിപ്പെടുത്തുന്ന ഈ കഥയ്ക്ക് അതിൻ്റേതായ ഒരു പുതുമയുണ്ട്.
സാധാരണക്കാരന് അന്യമായ ഒരു ലോകം, ഒരു മെഡിക്കൽ സയൻസിൻ്റെ ലോകം നമുക്ക് മുന്നിൽ ചില സത്യങ്ങൾ തുറന്നിടുകയാണ്. നമ്മൾ മനുഷ്യത്വമില്ലാത്തവരുടെ ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണിത്.